നമസ്കാരം. ശനി മീനൻ രാശിയിൽ കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കുന്നതോടെ ഏതാനും ചില രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ ഭാഗ്യം വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതൊക്കെയാണ് നക്ഷത്രക്കാർ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ധനയോഗവും സൗഭാഗ്യവും ധനപരമായ നേട്ടവും ഈ ഒരു കേന്ദ്ര ത്രികോണ രാജയോഗം അനുഭവിക്കാനുള്ള യോഗമുള്ള നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നതാണ്. ഇത് ചാരവശാൽ പറയുന്ന കാര്യങ്ങളാകുമ്പോൾ ഒരു പൊതുഫലമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രാജയോഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള യോഗങ്ങൾ ഒന്നും അനുഭവിക്കാൻ സാധ്യമാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജാതകം അടുത്തുള്ള ജ്യോതിഷരെ കാണിച്ചുകൊണ്ട് അതിനുവേണ്ടി ഏതെല്ലാം രീതിയിലുള്ള പൂജകളോ വഴിപാടുകളോ കഴിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം പറയാൻ പോകുന്നത് മിഥുനം രാശിക്കാരെ കുറിച്ചാണ്. മകരത്തിൻ്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർതത്തിൻ്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖലയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാവുകയും പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇനി നിങ്ങൾക്ക് സാധിക്കും. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്തെടുക്കുവാൻ ഈ ഒരു അവസരത്തിൽ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഉണ്ടായിരുന്ന ബാധ്യതകളെല്ലാം തീർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളിലും നിങ്ങൾക്ക് ലാഭം കൊയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒരു അനുകൂല സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അനുഭവത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർതത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. കർക്കിടക രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇവർ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. തൊഴിൽ മേഖലയിലാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും കുടുംബത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക. അതായത് കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിമിത്തം കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥ. തൊഴിൽ മേഖലയിൽ നിങ്ങൾ എവിടെ ജോലി ചെയ്താലും അവിടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുക, ജോലി പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു അവസരം. ഇതെല്ലാം കടന്നു പോകുന്ന നല്ലൊരു സുവർണ അവസരമായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാവുന്നത്. സാമ്പത്തികമായി നിരവധി ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കാവുന്നതാണ്. പ്രവർത്തിക്കുന്ന മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഭാഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദേശത്ത് പഠനത്തിനും ജോലിക്കും ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം എന്ന് പറയാം. കേന്ദ്ര ത്രികോണ രാജയോഗം കർക്കിടക രാശിക്കാരെ നേട്ടങ്ങളിലേക്ക് നയിക്കുകയും സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ്. ലോട്ടറിയിലും ചിട്ടിയിലും ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതുവഴിയുള്ള ധനാഗമനത്തിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ അതിശക്തമായ മാറ്റങ്ങളാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങൾ തരണം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് ആശ്വസിക്കാനുള്ള ഒരു വക തന്നെയാണ് നിങ്ങൾക്ക്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ കലഹം, ബന്ധുമിത്രാദികളുടെ വിരോധം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ അതൊക്കെ മാറി എല്ലാവരുമായി വളരെ നല്ല രീതിയിൽ യോജിച്ചു പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് സംജാതമാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ധനാഗമനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ അവസരത്തിൽ മാറിക്കിട്ടുന്നതാണ്. പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും. മേൽപ്പറഞ്ഞ രാശിക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ വിഷ്ണു പ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വേണ്ട വിധം നടക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.